ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. എല്ലാവർക്കും സ്വാഗതം. അറബി സാഹിത്യ നിരൂപണത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയ, അതിന്റെ അടിത്തറ പാകിയൊരു ശില്പിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇബ്നു റഷീഖ് അൽ ഖൈറവാനി. നിങ്ങളുടെ പരീക്ഷകൾക്ക്, പ്രത്യേകിച്ച് നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒട്ടും ഒഴിച്ചുകൂടാനാവാത്തൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കും ചിന്തകളിലേക്കും നമുക്ക് ഒരുമിച്ച് ആഴത്തിലിറങ്ങി ചെല്ലാം. നമുക്ക് ഒരു വലിയ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? എങ്ങനെയാണ് ഒരൊറ്റയാൾക്ക് ഖൈറവാൻ എന്നൊരു നഗരത്തിൽ ഇരുന്നുകൊണ്ട് വരും തലമുറകൾക്ക് മുഴുവൻ വഴികാട്ടിയാകുന്ന രീതിയിൽ അറബി കവിതയെ എങ്ങനെ സമീപിക്കണം, എങ്ങനെ വിലയിരുത്തണം എന്നതിന് ഒരു നിയമസംഹിത തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനായി നമ്മൾ 5 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ആദ്യം അദ്ദേഹം ആരായിരുന്നു എന്ന് നോക്കാം, പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതയാത്ര, അതിനുശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും മഹത്തായ കൃതിയായ അൽ ഉംദ, തുടർന്ന് മറ്റു പുസ്തകങ്ങളെക്കുറിച്ചും അവസാനം അദ്ദേഹത്തിന്റെ നിരൂപണ ചിന്തയുടെ കാതലായ ഭാഗത്തേക്കും നമ്മളെത്തും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. ആരായിരുന്നു ഈ ഇബ്നു റഷീഖ്? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പശ്ചാത്തലം? അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് നോക്കൂ: അബൂ അലി ഹസൻ ഇബ്നു റഷീഖ് അൽ ഖൈറവാനി. ജനിച്ചത് ഇന്നത്തെ അൾജീരിയയിലെ മുഹമ്മദിയയിലാണെങ്കിലും ഖൈറവാനിലാണ് അദ്ദേഹം തന്റെ കർമ്മമണ്ഡലം കണ്ടെത്തുന്നത്. ഹിജ്റ 4-5 നൂറ്റാണ്ടുകളിലെ വിജ്ഞാന ലോകത്ത് അദ്ദേഹം ഒരു കവിയായും ഭാഷാ പണ്ഡിതനായും അതിലെല്ലാമുപരിയായി ഒരു അതുല്യനായ സാഹിത്യ നിരൂപകനായും നിറഞ്ഞുനിന്ന വ്യക്തിയാണ്. ഇവിടെയാണ് കഥ രസകരമാകുന്നത്. അദ്ദേഹത്തിന്റെ പശ്ചാത്തലമൊന്നു നോക്കൂ. പിതാവ് ഒരു സ്വർണ്ണപ്പണിക്കാരൻ, അപ്പോ ഒരു വശത്ത് കലയും കരകൗശലവും, മറുവശത്തോ സാഹിത്യത്തോടും ഭാഷയോടുമുള്ള അടങ്ങാത്ത അഭിനിവേശം. ഈ 2 കാര്യങ്ങളും അദ്ദേഹത്തിൽ ഒരുപോലെ ഒത്തുചേർന്നു. എന്നാൽ അവസാനം കാവ്യനിരൂപണമെന്ന മേഖലയാണ് അദ്ദേഹത്തെ കീഴടക്കിയത്. ആ പേരിലാണ് ചരിത്രം അദ്ദേഹത്തെ ഇന്നും ഓർത്തുവെക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ നിർണായകമായ യാത്രയെക്കുറിച്ച് സംസാരിക്കാം. തന്റെ ജന്മനാടായ മുഹമ്മദിയയിൽ നിന്ന് അക്കാലത്തെ വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രമായിരുന്ന ഖൈറവാനിയിലേക്കുള്ള യാത്ര. ആ യാത്രയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഈ ടൈംലൈൻ നോക്കിയാൽ അദ്ദേഹത്തിന്റെ ജീവിതം ഒറ്റനോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അൾജീരിയയിലെ മുഹമ്മദിയയിൽ ജനിക്കുന്നു, അവിടെ വളരുന്നു. അവിടെ നിന്ന് 5-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഖൈറവാനിലേക്കെത്തുന്നു. അക്കാലത്ത് അതൊരു വലിയ സാംസ്കാരിക തലസ്ഥാനമായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ കരിയർ ശരിക്കും ഉയരങ്ങളിലെത്തുന്നത്. അവിടുത്തെ ഭരണാധികാരികളുമായി, പ്രത്യേകിച്ച് അമീർ മുയിസ് ഇബ്ൻ ബാദീസ്, മന്ത്രി അലി ഇബ്ൻ അബി റിജാൽ എന്നിവരുമായി അദ്ദേഹം അടുത്ത ബന്ധം സ്ഥാപിച്ചു. പക്ഷേ ഖൈറവാനിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയപ്പോൾ അദ്ദേഹത്തിന് അവിടം വിടേണ്ടി വന്നു. ജീവിതം അവസാനിക്കുന്നത് ഇറ്റലിയിലെ സിസിലിയിൽ വെച്ച്. ഓക്കേ, ഇനി നമ്മൾ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്. നിങ്ങളുടെ പരീക്ഷയുടെ കാഴ്ചപ്പാടില് ഇത് വളരെ വളരെ ക്രിട്ടിക്കലാണ്. അദ്ദേഹത്തിന്റെ മാസ്റ്റർപീസ്, സാഹിത്യ നിരൂപണത്തിലെ ഒരു തൂണ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അൽ ഉംദ. പുസ്തകത്തിന്റെ മുഴുവൻ പേര് ശ്രദ്ധിക്കണം: കിതാബുൽ ഉംദ ഫി സിനാഅത്തി ശിഅരി വന്നഖ്ദിഹി. അതായത് കവിതയുടെ നിർമ്മാണത്തിലും അതിന്റെ നിരൂപണത്തിലുമുള്ള തൂണ്. ഈ പുസ്തകം അദ്ദേഹം സമർപ്പിച്ചത് തന്റെ രക്ഷാധികാരിയായിരുന്ന അലി ഇബ്ന് അബി റിജാലിനാണ്. ഇതും ഓർത്തുവെക്കേണ്ട ഒരു പ്രധാന പോയിന്റാണ്. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേറെങ്ങും പോകേണ്ട. മഹാനായ ചരിത്രകാരൻ ഇബ്നു ഖൽദൂൻ എന്താണ് പറഞ്ഞതെന്ന് നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഇതിനു മുമ്പോ ശേഷമോ ഇതുപോലൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഗ്രന്ഥത്തിന്റെ മൂല്യം ഊഹിക്കാം. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ: എന്താണ് ഈ അൽ ഉംദയെ ഒരു വിജ്ഞാനകോശം എന്നു തന്നെ വിളിക്കാൻ പ്രേരിപ്പിച്ചത്? എന്തൊക്കെയായിരുന്നു അതിലെ ഉള്ളടക്കം? ഇതിലെ വിഷയങ്ങൾ നോക്കൂ, എന്തൊരു വൈവിധ്യമാണെന്ന്. കവിത നല്ലതാണോ ചീത്തയാണോ എന്ന ചർച്ച മുതൽ അതിന്റെ സാങ്കേതിക വശങ്ങളായ വൃത്തം, അലങ്കാരം, ഭാഷാപരമായ കാര്യങ്ങൾ, എന്തിനധികം
കവിതയെ ഒരു തൊഴിലായി സ്വീകരിക്കുന്നത് മുതൽ അറബികളുടെ ചരിത്രവും സംസ്കാരവും യുദ്ധങ്ങളും വരെ ഇതിൽ ചർച്ചാവിഷയമാകുന്നു. ശരിക്കും ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് തന്നെ പറയാം. അൽ-ഒംദയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷേ ഇബ്നു റഷീഖ് അവിടെ നിർത്തിയില്ല. അദ്ദേഹം വേറെയും ഒരുപാട് എഴുതിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ മറ്റു കൃതികളെയും സാഹിത്യ പാരമ്പര്യത്തെയും ഒന്ന് നോക്കാം. ഈ പട്ടികയിലേക്ക് ഒന്ന് നോക്കൂ. ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, ഖുറാദത്തുദ്ദഹബ്, അൻമുദജുസ്സിമാൻ പോലുള്ള പുസ്തകങ്ങളുടെ പേരുകൾ ഓർത്തുവെക്കുന്നത് പരീക്ഷയ്ക്ക് വളരെ നല്ലതാണ്. മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ സമകാലികനും എതിരാളിയുമായിരുന്ന ഇബ്നു ഷറഫുമായി അദ്ദേഹം നടത്തിയ സാഹിത്യപരമായ സംവാദങ്ങൾ, ആ ലേഖനങ്ങളുടെ തലക്കെട്ടുകൾ വരെ കൊടുത്തിരിക്കുന്നു. ഇത് ആ കാലഘട്ടത്തിലെ സാഹിത്യലോകം എത്ര സജീവമായിരുന്നു എന്ന് കാണിക്കുന്നു. ഇതുവരെ നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതവും കൃതികളുമാണ് നോക്കിയത്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ചിന്തയുടെ ആത്മാവിലേക്ക് കടക്കാം. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിരൂപണ സിദ്ധാന്തത്തിന്റെ കാതൽ? ലഫ്ൾ അഥവാ വാക്കും, മഅന അഥവാ അർത്ഥവും. ഈയൊരു വാചകം ഇത് അദ്ദേഹത്തിന്റെ മുഴുവൻ സിദ്ധാന്തത്തിന്റെയും സത്തയാണ്. വളരെ ലളിതമായ എന്നാൽ അതിഗംഭീരമായ ഒരു ഉപമ. അദ്ദേഹം പറയുന്നു, വാക്ക് ശരീരമാണ്, അർത്ഥം അതിന്റെ ആത്മാവും. ഒന്ന് ആലോചിച്ചു നോക്കൂ. ശരീരമല്ലാതെ ആത്മാവിനോ ആത്മാവില്ലാതെ ശരീരത്തിനോ നിലനിൽപ്പില്ല. അതുപോലെയാണ് വാക്കും അർത്ഥവും. ഒന്ന് മെച്ചപ്പെടുമ്പോൾ മറ്റേതും മെച്ചപ്പെടും, ഒന്ന് ദുർബലമായാൽ മറ്റേതും തളർന്നുപോകും. ഈ ഒരൊറ്റയാശയം അറബി സാഹിത്യ നിരൂപണത്തെ മാറ്റിമറിച്ചു. അതുകൊണ്ടുതന്നെ ഇബ്നു റഷീഖിനെ വെറുമൊരു നിരൂപകനായി കാണാൻ നമുക്ക് കഴിയില്ല. അദ്ദേഹം ഒരു തിയറിറ്റീഷ്യനായിരുന്നു. അതായത് വരും തലമുറകൾക്ക് നിരൂപണം നടത്താനുള്ള അടിത്തറയും നിയമങ്ങളും ഉണ്ടാക്കിയ ഒരു ശില്പി, ഒരു ആർക്കിടെക്റ്റ്. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചോദ്യം വെക്കുകയാണ്. നമ്മുടെ ജീവിക്കുന്ന ഈ ഡിജിറ്റൽ ലോകത്ത് വാട്സാപ്പ് മെസ്സേജുകളുടെയും ട്വീറ്റുകളുടെയും AI എഴുതുന്ന കവിതകളുടെയും കാലത്ത് ഇബ്നു റഷീഖ് പറഞ്ഞതുപോലെ അർത്ഥത്തിന് ഇന്നോ ഒരു ആത്മാവുണ്ടോ, അതോ നമ്മുടെ വാക്കുകൾ വെറും ശരീരങ്ങൾ മാത്രമായി ചുരുങ്ങിപ്പോയോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.